ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലാക്ക് ലെസ്റ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ അമേരിക്കയിലത്തെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 നോക്കുകയാണെങ്കിൽ 13.23 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്നത് 13.49 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒരു കൺസോളിഡേഷൻ മോഡിനെയാണ്. അപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും എല്ലാം ഒരു മിക്സഡ് ട്രെൻഡാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഒപ്പം നമ്മൾ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗോൾഡ് $2,324.2 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ $83.16 പെർ ബാരലിനാണ് ഇന്നലെ ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ഓൾമോസ്റ്റ് സെയിം ലെവൽ തന്നെയാണ്, സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഫ്ലാറ്റ് ആയിരുന്നു. കോപ്പർ മുന്നേറിയിരുന്നു, പക്ഷേ ടുവേഴ്സ് ദ എൻഡ് സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് കോപ്പറിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ടായിരുന്നു. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇന്ന് മോർണിംഗിലും ഉള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 17.01 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലത്തെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആണ്. മിനിഞ്ഞാന്ന് അത് 16.6 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. എലക്ഷൻ സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കാം മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജൂൺ 4 വരെ നമ്മൾക്ക് ഈ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവരുടെ അടുത്തും അഡ്വൈസ് ചെയ്തിട്ടുള്ളതാണ് ജൂൺ 4 വരെ നല്ല രീതിയിൽ വൊളാറ്റിലിറ്റി കാണാം. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സ് 3-4 ഘട്ടമായിട്ട് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ വാങ്ങാനുള്ള സജഷൻ നമ്മൾ മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. വീണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസുകൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി 22,000 ബ്രേക്ക് ചെയ്ത് 21,400 21,600 ലെവലിലേക്കൊക്കെ താഴാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. Q4 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ 3-4 ഘട്ടമായിട്ട് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. RBI കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടുള്ള ഡിസ്കഷൻ പേപ്പർ, അതായത് ബാങ്കുകളും NBFCകളും പ്രൊജക്റ്റുകൾസ് ഫിനാൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ 5% ഇനീഷ്യലി പ്രൊവിഷൻ കാണണമെന്നും ഓപ്പറേഷണലൈസ് ചെയ്യുമ്പോൾ 2.5% കുറച്ച് ക്യാഷ് ഫ്ലോ വരുമ്പോൾ 1% നിലനിർത്തുന്നൊരു പ്രൊപ്പോസൽ കൊടുത്തിരുന്നു. ജൂൺ 15 വരെ ടൈമുണ്ട് ഇതിൻ്റെ കമൻസൊക്കെ കൊടുക്കാനായിട്ട്. ഫൈനൽ ഡിസിഷൻ വരാനിരിക്കുന്നേ ഉള്ളൂ. ബാങ്കുകളെല്ലാം തന്നെ ഇത് റിഡ്യൂസ് ചെയ്യുന്നുള്ള ഡിമാൻഡായിട്ട് രംഗത്തുണ്ട്, ബാങ്കുകളും NBFCകളൊക്കെ. അപ്പോൾ ഫേവറബിളായിട്ട് ഡിസിഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ റിലയൻസ് റീറ്റെയിൽ വലിയ രീതിയിലുള്ള കൺസ്യൂമർ ഗുഡ്സാണ് മാനുഫാക്ചറിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈസർ എന്നുള്ള ബ്രാൻഡിലാണ് ഒരു പ്രൊഡക്റ്റൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി ഫ്രിഡ്ജ്, AC, ധാരാളം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റ് എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിനെ സംബന്ധിച്ച് ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ലോങ് റണ്ണിൽ റിലയൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ 3-4 ഘട്ടമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനിരിക്കുന്ന ഉള്ള ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. JSL ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് ഡിഫൻസ് സെക്ടറിലേക്കും എയറോസ്പേസ് സെക്ടറിലേക്കുള്ള 3 mm തിക്നെസ് ഉള്ള സ്പെഷ്യാലിറ്റി സ്റ്റീൽ കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ലോങ് റണ്ണിൽ വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് JSLനുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം JSLൻ്റെ എക്സ്പാൻഷൻ കഴിയുമ്പോൾ വേൾഡിലത്തെ 3rd ലാർജസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പനിയായിട്ട് മാറുകയാണ്. നമ്മുടെ ടോപ്പ് പിക്കുകളിലൊന്നും കൂടിയാണ്. മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ 3-4 ഘട്ടമായിട്ട് വാങ്ങുന്ന ഡിസിഷൻ നന്നായിരിക്കും. ശ്യാം മെറ്റാലിക്സ് രാം സ്വരൂപ് ഇൻഡസ്ട്രീസിൻ്റെ പ്ലാന്റ് ഏറ്റെടുത്തിരുന്നു. അതിൻ്റെ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം BPCLും ബോണസ് അനൗൺസ്മെൻറ്റ് നടത്താൻ പോവുകയാണ് May 9. SPCLും BPCLും മറ്റു PSU കമ്പനികളും ഇത്തരത്തിൽ ഡിസിഷൻ ആയിട്ട് മുന്നോട്ട് വന്നേക്കാം. ഒലക്ട്ര ഗ്രീൻ ടെക് ചൈനയിലെ BYD ആയിട്ടുള്ള ടൈപ്പ് 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. EV വെഹിക്കിൾസിനാണ് മേജറായിട്ടുള്ള ത്രസ്റ്റ്.
അതോടൊപ്പം തന്നെ RBI ഫെമ റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ഒന്ന് ലിബറലൈസ് ചെയ്തിരിക്കുകയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനും NRIസിനും ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് MCXനാണ്. കാരണം റീസെൻ്റായിട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് കമോഡിറ്റി ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യാനുള്ള അനുമതിയൊക്കെ കൊടുത്തിരുന്നു. ലോങ് റണ്ണിൽ MCXനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഒപ്പം ഇക്വിറ്റി ഡെറിവേറ്റീവ്സും ഇൻഡെക്സ് ഡെറിവേറ്റീവ്സും ഉള്ള NSE BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ സംബന്ധിച്ചും NRIസിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് 10 രൂപ ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മെയ് 15 റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആണ് റിസൾട്ടുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. ജൂപ്പിറ്റർ വാഗൻസ്, IRB, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക്, PB ഫിൻടെക്, ഡെൽറ്റ കോർപ്പ്, വോൾട്ടാസ്, പിഡിലൈറ്റ്, ഡോക്ടർ റെഡ്ഡീസ്, ഈ റിസൾട്ടുകളൊക്കെ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആണ്. ആ റിസൾട്ടിനനുസരിച്ചുള്ള ഒരു വളാറ്റിലിറ്റി സ്റ്റോക്കുകളിൽ കാണാം. DLF ഗുരുഗ്രാമിലെ ഒരു പ്രോജക്റ്റ് DLF-6 800 അപ്പാർട്ട്മെൻറ്റുകൾ വിറ്റിരിക്കുന്ന ഒരു വീക്കിനുള്ളിലാണ് 5000 കോടി രൂപയാണ് വാല്യുവേഷൻ വരുന്നത്. DLFനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡിക്സൺ ടെക്നോളജീസ് നോക്കിയായിട്ട് JV വന്നിരിക്കുകയാണ്. ടെലികോം എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്ങിനാണ്, സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഒപ്പം സെലാൻ എക്സ്പ്ലോറേഷൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർ ടു ഇയർ അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടറൊക്കെ എക്സലൻറ്റ് റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. LNT മൈൻഡറി IBM ആയിട്ടൊരു ടൈപ്പ് വന്നിരിക്കുകയാണ്. ജനറേറ്റീവ് AI സെൻറ്റർ ഓഫ് എക്സലൻസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഒപ്പം ടാറ്റ എലക്സിം ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അറ്റൻഷൻ എന്ന് പറയുന്നത് എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, തീർച്ചയായിട്ടും ഹമാസും ഇസ്രായേലും തമ്മിൽ ടോക്ക് നടക്കുന്നുണ്ട്. ഒരു സെറ്റിൽമെൻ്റ് ആവുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും താഴെ വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ സംഭവിച്ചേക്കാം. എന്നിരുന്നാലും ജൂൺ 4 വരെ നമുക്ക് എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആയിരിക്കും മാർക്കറ്റിൽ കൂടുതൽ വൊളാറ്റിലിറ്റി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ 3 or 4 ഘട്ടമായിട്ട് ലോങ് ടൈമിലേക്ക് വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.